ഒരു യുവതിയെ ഞാൻ കണ്ടു. കണ്ണുകളിൽ കണ്ണുനീരും ഹൃദയത്തിൽ പൊള്ളലുമുണ്ടായിരുന്ന അവൾ ഒരു കുഞ്ഞിനെ കയ്യിലെടുത്ത് ആത്മാവിന്റെ വാക്കുകൾ തേടിയെത്തിയിരിക്കുന്നു. അവളായി വന്നു. ഭഗവാനേ, ഈ കുഞ്ഞിനെ ദയവായി രക്ഷിക്കൂ. അവളുടെ മുഖം കണ്ടപ്പോൾ ബുദ്ധൻ ആകെയുള്ള ലോകത്തെയും കണ്ടുപോലെയായിരുന്നു. അവളോട് അദ്ദേഹം വെറുമൊരു കാര്യമാണ് പറഞ്ഞത്. മകളെ, നീ ഈ പട്ടണത്തിൽ പോകൂ. ഒരു വീട്ടിൽ നിന്നൊരു കുരുമുളക് കുരു കൊണ്ടുവരിക്കണം. അത് ഒരിക്കൽ പോലും മരണം അനുഭവിച്ചിട്ടില്ലാത്ത വീട്ടിൽ നിന്നായിരിക്കണം. ബ്രേത്ത്. അവൾ പോയി. വീടുകളിൽ, കുടുംബങ്ങളിലേക്ക്. ഒരാൾ അമ്മയെ നഷ്ടപ്പെട്ടിരുന്നു, മറ്റൊരാൾ മകനെ, ഒരു പെൺകുട്ടി തന്റെ അച്ഛനെ, ഒരു കുട്ടി തന്റെ സഹോദരിയെ. അവളോ പറഞ്ഞത്, ഞാൻ എന്റെ കുഞ്ഞിനെ വേണ്ടിയായിരുന്നു പോയത്. പക്ഷേ തിരിച്ചെത്തുമ്പോൾ ഞാൻ എല്ലാം കണ്ടുപോയിരിക്കുകയാണ്. മരണത്തിന് വിട്ടുപോകാത്ത ഒരു വീടില്ല. ജീവിതം എന്നത് ഉള്ളതെല്ലാം നഷ്ടപ്പെടുന്നതിന്റെ കൂട്ടായ്മയാണ്. പക്ഷേ അതിന്റെ ഭീതിയല്ല, അതിന്റെ സത്യമാണ് നമ്മെ ശാന്തമാക്കുന്നത്. അവൾ ബുദ്ധന്റെ മുമ്പിലേക്ക് തിരികെ വന്നു. പക്ഷേ ഇപ്പോൾ കണ്ണുനീരില്ല. അവളുടെ മുഖത്ത് ഞാൻ ഒരു പുതിയ പ്രകാശം കണ്ടു. ഞാനും ആ മുഖം കണ്ടതുമുതൽ ഞാൻ മനസ്സിലാക്കി, ദുഃഖം അവസാനിപ്പിക്കാൻ നമുക്ക് ആ ദുഃഖം കണ്ടിരിക്കണം. പന്നുപോകാതെ അതിനെ നോക്കിക്കൊണ്ടിരിക്കുക. അത് തന്നെ ബോധമാണ്, അത് തന്നെ കരുണയാണ്. ഇത് പാത്ത് ഫ്ലവേഴ്സ്. നമുക്ക് ഓരോ ദിവസവും ഓരോ അനുഭവത്തിലും എൻ്റെ ജീവിതത്തിന്റെ ആഴം കാണാൻ കഴിയട്ടെ. നമുക്ക് കൂടി വീണ്ടും കാണാം. മറ്റൊരു കഥയിൽ, മറ്റൊരു ബോധത്തിൽ.